ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡിഷ് എന്ന് പറയുന്നത് ഒരു കോഫ്തയുടെ കറിയാ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് പാലക്ക് വെച്ചിട്ടാ ചെയ്യാൻ പോകുന്നത്. പാലക് പനീർ കോഫ്ത കറി. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, പിന്നെ കുറച്ച് പച്ചമുളക്, സവാള, കുറച്ച് അണ്ടിപ്പരിപ്പ്, ടൊമാറ്റോയുടെ പൾപ്പാണ്, കുറച്ച് തൈര്, കുറച്ച് പാലക്കാണ്. ഇത് നമ്മൾ എന്നാ പറഞ്ഞ വേവിച്ച് വെച്ച് അതിനെ നല്ലതായിട്ട് അരച്ചെടുത്തേക്കുവാണ്. കുറച്ച് ഗരം മസാല, ഇച്ചിരി ഉപ്പ്, പിന്നെ കുറച്ച് ക്രീം. ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നെങ്കിൽ ബട്ടർ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ. ഇത് ഇത്രയും ഗ്രേവിക്കുള്ള സാധനമാണ്. ഇനി കോഫ്ത ഉണ്ടാക്കാനുള്ള സാധനം എന്നാന്ന് വെച്ചാല് കുറച്ച് സ്പൈസസ് ഉണ്ടാവേ. ഏലക്ക, ഗ്രാമ്പു, പട്ടയുടെ ഇല, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ജീരകം, മല്ലിയില, കുറച്ച് കായം, പിന്നെ ഇച്ചിരി നെയ്യ്, കുറച്ച് പനീർ, ഇച്ചിരി ഓട്സ് പൊടിച്ചതായത്, കുറച്ച് ഒലീവ് ഓയിലും നെയ്യും നമ്മുടെ കായും ഓപ്ഷണലാണ്. ഇത് മസ്റ്റായിട്ട് ഇടേണ്ട കാര്യം, നെയ്യ് വേണ്ടാത്തവർക്ക് നെയ്യ് ഉപയോഗിക്കേണ്ട, അതിനെല്ലാം വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാൽ മതി. ചിലർക്ക് കോഫ്തയ്ക്കകത്ത് ഈ പറഞ്ഞ കൂട്ട് എന്നാ ഇച്ചിരി കായ ഇടുമ്പോഴത്തേക്ക് അത് കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയതുകൊണ്ട് അവർ ഇച്ചിരി കായ ഇടും എല്ലാത്തിനകത്തും. പക്ഷെ നമുക്ക് കൂടിപ്പോയാൽ എന്നാ കായ ഇടുന്നത് സാമ്പാറിനകത്തും രസത്തിനകത്തും ഒക്കെയാണ് ഇടുന്നത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഈ കോഫ്തയിലൊക്കെ അത് ഇടുമ്പോഴത്തേന് ചിലപ്പോൾ പിടിക്കുകയില്ല. അതുകൊണ്ട് ഓപ്ഷനില്ല, നമുക്ക് വേണമെങ്കിൽ മാത്രം അത് ഇട്ടേച്ചാൽ മതി. പിന്നെ ഒലീവ് ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നതേലും വെജിറ്റബിൾ ഓയിൽ, അതായത് നമ്മുടെ വീട്ടിൽ എന്നാ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതങ്ങ് ചേർത്തേച്ചാൽ മതി. ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ പോവാ. അതായത് പാലക്കിന്റെ ഗ്രേവി. ആ ഗ്രേവിക്കകത്തോട്ടാണ് നമ്മൾ ഈ കോഫ്ത ഉണ്ടാക്കി ഇടാൻ പോകുന്നത്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് കുറച്ച് സാധനം ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് എണ്ണ ഒന്ന് ചൂടാവാൻ വെച്ചോട്ടെ. കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് വെച്ച് ഇത്തിരി ചെറിയ തീയലിരുന്നോട്ടെ. ഇനി കുറച്ച് സാധനം അരയ്ക്കാനുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, എരിവ് അനുസരിച്ച് പച്ചമുളക്, പിന്നെ ഒരു ഇച്ചിരി ഉള്ളി, ഇച്ചിരി അണ്ടിപ്പരിപ്പും കൂടെ ഉപയോഗിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അല്ലെങ്കിൽ ഉള്ളി അരഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് ഇത് കുറച്ച് വെള്ളമാവും. എന്നാലും ഒരു ഇച്ചിരി ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എണ്ണ അങ്ങോട്ട് ചൂടായിരിക്കുമല്ലേ, അന്നേരം ഈ പേസ്റ്റ് ഇതിനകത്തോട്ട് ഇടണം. ഈ പേസ്റ്റിനകത്ത് ഇട്ടേച്ച് ഉള്ളിയുടെ ഒരു പച്ചച്ചോവ മാറുകയല്ലേ, അതുവരെ ഒന്ന് വഴട്ടണേ. ബട്ടറിൽ ഇടുവാന്നേൽ ഒരു ഇച്ചിരി കൂടി നല്ലൊരു ടേസ്റ്റ് വരും. അതല്ല ഒരുപാട് ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി. എന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ടേസ്റ്റിന് ഒരു ഇച്ചിരി ബട്ടർ ഇട്ടേച്ചാൽ മതി. ഇതൊരു ഇച്ചിരി ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി. അതായത് ടൊമാറ്റോ പ്യൂരി ആയിട്ടല്ല, ഈ പറഞ്ഞ പോലെ ടൊമാറ്റോ വേവിച്ചേച്ച് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞേച്ചും ചെയ്തതല്ല, അല്ലാതെ തന്നെ നമ്മൾ അരച്ചെടുത്തേക്കുക. ഇതിന്റെ കൂടെ തന്നെ ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം ഭയങ്കര പുളിയാണെങ്കിൽ 1 സ്പൂൺ തൈര് മതി, അല്ലെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ തൈര്. ഇതും കൂടെ ഒന്ന് ചേർത്തേച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ തൈരിന്റെയും ടൊമാറ്റോയുടെയും കംപ്ലീറ്റ് ആയിട്ടുള്ള വെള്ളം കംപ്ലീറ്റ് അങ്ങ് പറ്റണേ.
എരു ഇനിയിപ്പോൾ അഥവാ പോരാന്ന് തോന്നുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ ഈ കുറച്ച് 2-3 പച്ചമുളകും ഇപ്പോൾ ഒന്ന് നോക്കുക, എരു എത്രയുണ്ട് ഏതാണെന്നൊന്ന് നോക്കി വെച്ചാൽ എരു കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ ഒരു ഇച്ചിരി പച്ചമുളക് ഇപ്പോൾ ഈ വയലുന്ന സമയത്ത് അങ്ങ് ഇട്ടേക്കണേ. അന്ന് വെച്ചാൽ ഈ വെള്ളമെല്ലാം പറ്റി വെച്ചാൽ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞു വരുമ്പോഴത്തേന് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. വലിയ നേരം ഒന്നും എടുക്കുകയല്ല, കുറച്ച് സമയം എടുക്കത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പ് അരച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുറുകി വരികയും ചെയ്യുവേ. ബേസിക്കലി ഈ കോഫ്ത അങ്ങനത്തെ പറയുന്ന കറികൾക്കെല്ലാം ഒരു ഇച്ചിരി എരിവ് കുറവായിരിക്കും. നമ്മൾ കേരളക്കാരുണ്ടാക്കുമ്പോഴത്തേനും ഒരു ഇച്ചിരി എരിവും കൂടി ഇട്ടോ, അതുകൊണ്ട് ഞാൻ ഒരു ശകലവും കൂടി ഇട്ടേക്കാം. ഇനിയിപ്പോൾ എൻ്റെ ഒട്ടും എരിവില്ലാതെ എങ്ങനെയാണ് കൊടുക്കുന്നത്? അത് അരയ്ക്കണം എന്ന് മസ്റ്റ് അല്ല. ഇച്ചിരി പച്ചമുളക് അവിടെ ഇവിടെ കിടന്നൊന്നും പറഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല. ആദ്യം നമ്മുടെ ഏനം പോലെ ഇച്ചിരി ഒന്ന് അരച്ചോ, കഴിയുന്നതും നല്ല പേസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് പാലക്കറി എന്ന് പറയുന്നത്. പിന്നെ അഥവാ നമ്മളിപ്പോൾ ഒന്ന് അരച്ചേച്ചോ ഇച്ചിരി എരി തികയാതെ പോയാൽ എല്ലാം എടുക്കും. പിന്നെ ഒരു 4 പച്ചമുളകിന് വേണ്ടി നമ്മൾ അരയ്ക്കാൻ നിന്നാലൊന്നും അത് പേസ്റ്റ് പോലും ഒന്നും ആവുകയില്ല. അന്നേരം ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2-3 പച്ചമുളക് ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് അങ്ങ് ഇട്ടാൽ മതി. ആ തൈരിന്റെ വെള്ളവും ടൊമാറ്റോയുടെ വെള്ളവും എല്ലാം അങ്ങ് പറ്റണേ. നല്ലോണം വറ്റി കഴിഞ്ഞ് എണ്ണ തെളിയണം. എണ്ണ ഏകദേശം തെളിയാറായി. ആ സമയത്ത് ഒരു ഇച്ചിരി ഗരം മസാല മുഴുവൻ ഇടരുത്. ഇപ്പൊ 1 സ്പൂൺ ആണെങ്കിൽ 1/2 സ്പൂൺ ഗരം മസാല ഇപ്പൊ ഇടുക. എണ്ണ സൈഡിൽ നിന്നും നടുക്കുന്നും ഒക്കെ ഒരു ഇച്ചിരി ഇച്ചിരിയായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് ഈ അരച്ചു വെച്ചേക്കുന്ന പാലക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുക. ഒഴിച്ചേച്ച ഒരു ഇച്ചിരി ഉപ്പ്. നമ്മൾ ഈ ഒഴിച്ച വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്ക്, അതായത് ആ ഗ്രേവി കംപ്ലീറ്റ്, ആ ഉപ്പ് മുളക് എരിവ് പുളി എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചായതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിച്ച വെള്ളവും പാലൊക്കെ അടിച്ച വെള്ളവും എല്ലാം കൂടെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട്, ഒരു ഓൾമോസ്റ്റ് ഡ്രൈ അല്ല, എന്നാൽ നമുക്കൊരു ഇച്ചിരി ഗ്രേവി വേണം താനും, അതേപോലെ ആക്കണം. ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ക്രീം മാത്രം ചേർക്കുക. ഇനി ഈ സമയത്തും ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം എന്നാന്ന് വെച്ചാൽ എന്നാ ഉപ്പോ എരിവോ പുളിയോ എന്നതാ വേണ്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഏറ്റക്കുറച്ചിൽ എന്നാന്ന് വെച്ചാൽ അതങ്ങ് ചേർത്തോണം. അതായത് പനീർ, ഈ പറഞ്ഞ പനീറല്ല, ആ പാലക്ക് ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചാൻസ് ഉണ്ട് നമുക്ക് ഒന്നുകൂടെ ചേർക്കാൻ. അത് കഴിഞ്ഞ് പാലക്ക് വേകാൻ നമ്മൾ ഇടത്തില്ലേ ഇപ്പൊ. പക്ഷെ വെന്ത പാലക്കാണ്, പക്ഷെ എന്നാൽ പോലും ഗ്രേവി ആയിട്ട് ഒന്ന് മിക്സ് ആവണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഇച്ചിരി സമയം നമ്മൾ വിട്ടുകൊടുത്തേക്കത്തുള്ളൂ. നമ്മുടെ ഗ്രേവി അവിടെ ഇരുന്ന് കുറച്ച് നേരം കൂടെ തിളയ്ക്കാനുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കോഫ്ത ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. ഇതിനകത്ത് കോഫ്ത ഉണ്ടാക്കാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ രണ്ടാമത് പറഞ്ഞ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഒരു ബൗളിലോട്ട് ആക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തേച്ച് ഇച്ചിരി ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലീവ് ഓയിൽ, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതാന്ന് വെച്ചാൽ അതും ഒരു ഇച്ചിരി നെയ്യും കൂടെ ഇട്ടേച്ച് ആ ബോൾസ് ഒന്ന് എല്ലാ സൈഡും ബ്രൗൺ ആവുന്നിടം വരെ നല്ലോണം ഒന്ന് ആക്കിയെടുക്കുക, വറുത്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഗ്രേവിയിലോട്ട് ഒഴിച്ച് വെച്ച് ക്രീമും ചേർക്കുക. അത്രയും മാത്രമേ ഉള്ളൂ. കോഫ്ത എന്ന് പറഞ്ഞ് പേടിക്കാനും മാത്രമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നാ പറയുക, ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ആ കോഫ്തയ്ക്ക് ഉള്ളിൽ ഒരു റോ ടേസ്റ്റ് വരും. പക്ഷെ എന്നാൽ റോ ടേസ്റ്റിൻ്റെ ഉള്ള സാധനങ്ങളും ഇതിനകത്തില്ല. ഒരു സെമി കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കില്ലേ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇനി ഇതിനകത്ത് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ പനീർ നല്ലതായിട്ട് അങ്ങ് പൊടിച്ച് ഇതിനകത്ത് അങ്ങ് ചേർക്കണേ. പിന്നെ ബാക്കി വന്നേക്കുന്ന ഉള്ളി ഇച്ചിരിയേ കാണത്തുള്ളൂ, അത് മതി. എരിവ് അനുസരിച്ച് പച്ചമുളക്, നിറച്ച് മല്ലിയില, സ്പൈസസ് ഇവിടെ ഞാൻ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ പട്ടയുടെ ഇല വെച്ചിട്ടുണ്ട്. ഇതിന് പകരം ഒന്നെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ഗ്രേവിയിൽ ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ച് വെച്ചേക്കുന്നത് ഗ്രേവി ചേർത്താൽ മതി. ഇത് നമ്മൾ ചിലപ്പോൾ ഓർത്തിരിക്കുകയില്ല എന്നാക്കിയ സ്പൈസസാണ് നമ്മൾ ഇട്ടേന്നുള്ളത്. അന്നേരം അതുകൊണ്ട് ഒരു എളുപ്പ വഴി മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗരം മസാല പൊടിച്ചു വെച്ചത്. ഇപ്പം ഞാൻ ഇവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം വെച്ചേക്കുന്ന ഓപ്ഷനിലാണ്. ഇത് നമ്മുടെ ഇഷ്ടമാണ്. ഒന്നെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ പൊടിച്ചതിടാം. നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ടാൽ ഒക്കുകയില്ല. ഗ്രേവിയിൽ ഇങ്ങനെ ഇടുവാണെങ്കിൽ പിന്നെ കോഫ്തയിൽ പൊടിച്ചതിട്ടാൽ മതി. ഇപ്പം എനിക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടിലും അതിൻ്റെ പൊടിയാണ് ഇടുന്നത്. ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ
കുറച്ച് ജീരകം, ഒരുപാട് വേണ്ട, ഒരു നുള്ളു. നമുക്ക് ഈ ജീരകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ ഒരുപാട് അങ്ങ് ഇഷ്ടമാവുകയില്ല. കുറച്ച് മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി വേണ്ട. അന്നേച്ച ഒരു ഇച്ചിരി ഓട്സിന്റെ പൊടി, ഒരു 2 ടീസ്പൂണോളം ഇട്ടോളൂ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, ഇച്ചിരി വേണ്ട, കറിക്കകത്ത് ഉപ്പുണ്ട് അതുകൊണ്ട് ഒരുപാട് ഇടണ്ട, കുറച്ചിട്ടേച്ചാൽ മതി. അന്നേച്ച് ഇതിനെ നല്ലതായിട്ട് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടേച്ച് മീറ്റൊക്കെ ചേർത്തേച്ച് നല്ലതായിട്ട് കുഴയ്ക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് നല്ല അസലായിട്ട് കുഴയ്ക്കാം. പനീറിനകത്തെ ആ മോയിസ്റ്റ് മതിയാവും ഇതൊന്ന് കുഴയാനായിട്ട്. സമയം പാൻ ഒന്ന് ചൂടാക്കട്ടെ. ഇതിനകത്ത് ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളുടെ പറയാതെ പറഞ്ഞതും ഇതിനകത്ത് ഇടാത്തതുമായിട്ടുള്ള കാര്യമേ ഉള്ളൂ. കായം ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര അങ്ങോട്ട്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മലയാളികളായതുകൊണ്ട് രസത്തിലും സാമ്പാറിലും ഒക്കെ ഇടുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ കായം എല്ലാത്തിനും അവർ ചേർക്കും. ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് കായം ചേർക്കാവേ. ഈ കുഴയ്ക്കുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവാതിരിക്കുന്ന രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമ്മുടെ പാനിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണയും, ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത്, ഇല്ലെന്നുണ്ടെങ്കിൽ സാധാ വെജിറ്റബിൾ ഓയിൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഏതായാലും മതി. ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആക്കാം. ഏതാ നമുക്ക് ഏതോന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മുടെ ഈ കോഫ്ത റോൾ ചെയ്യാം. നമ്മുടെ കോഫ്ത കറി എന്ന് പറയുന്നത്. പക്ഷെ ഇതിനെന്നാന്നറിയാവോ, ഇത്രയും പനീർ ഉരുട്ടി ഇതിനകത്ത് ഇട്ടേച്ച് അത് വറുത്ത് കറിയിലിട്ട് ഗ്രേവി ആക്കി എടുക്കണമെങ്കിൽ ഒരു കുറച്ച് ബ്രേക്ക് എങ്കിലും വേണ്ടേ? കുറച്ചല്ല കേട്ടോ, എന്തായാലും നമുക്കൊരു ബ്രേക്ക് വേണം. എന്ന് വെച്ചാല് ഈ പറഞ്ഞ പോലെ കറിയിൽ ഗ്രേവി ആക്കാനുണ്ട്. കംപ്ലീറ്റ് ഗ്രേവി ആയി കഴിഞ്ഞു, പക്ഷെ ഈ കോഫ്ത കംപ്ലീറ്റ് ഇങ്ങനെ ബോൾസ് ആക്കി ഇട്ടേച്ച് ബ്രൗൺ ആവണം. ബ്രൗൺ മീൻസ് നമ്മുടെ കട്ട്ലേറ്റ് പോലെ. ഇതിനകത്ത് ബൈൻഡിങ് ആയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസോ അങ്ങനെ ഒന്നുമില്ല. ഇത് ഇങ്ങനെ റോ ആയിട്ട് തന്നെ നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ കട്ട്ലേറ്റിനോളം വരുന്ന പോലെ ബ്രൗൺ ആക്കി ചുറ്റും ഫുള്ള് ആ ഹോൾ റൗണ്ട് ബ്രൗൺ ആക്കി വെച്ച് നമ്മുടെ കറിയിലോട്ട് ഇടുക. കറിയിലിട്ട് കുറച്ചു നേരം തിളച്ച് കഴിയുമ്പോൾ ക്രീമും കൂടെ ചേർത്ത് എടുക്കാനേ ഉള്ളൂ. നമ്മുടെ കോഫ്ത കറിയും എന്താ പറയുക, പാലക്ക് വെച്ച് ചെയ്ത കറിയും ഇവിടെ റെഡിയാണ്. ഇത് കോഫ്ത ശരിക്കും ഒരു ടോട്ടലി നോർത്ത് ഇന്ത്യൻ ആണ്, സൗത്ത് ഇന്ത്യൻ ആയിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല. പിന്നെ ഈ കോഫ്ത ഉണ്ടാക്കാൻ വേണ്ടി വെച്ച് ഇച്ചിരി ഒരു പ്രയാസമാണെന്ന് വിചാരിച്ച് വെച്ച് ഗ്രേവി മാത്രം ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ അതിന് ടേസ്റ്റ് ഒന്നും ഇല്ലെന്നല്ല. പിന്നെ ഒരു എളുപ്പ വഴിയും കൂടെ ഞാൻ പറയാം, അതിനകത്ത് പനീർ ഇച്ചിരി മുരിച്ചിട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ എന്നാലും ഈ കറി ഉണ്ടാക്കി വെച്ചാൽ കോഫ്തയുടെ കൂടെ കഴിക്കാനാണ് ഈ കറി ഏറ്റവും നല്ല ടേസ്റ്റ്. അല്ല സെപ്പറേറ്റ് ആയിട്ട് ഗ്രേവി ആയിട്ട് കഴിക്കുവാന്നേലും ഇത് എന്നാ കറിയാണേ എന്ന് ചോദിച്ചു കളയും. അതുകൊണ്ട് അതല്ല, ഒരു കറി കഴിക്കുമ്പോൾ അത് വേണം കഴിക്കാൻ.